ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത്. കാത്തിരിപ്പിനൊരു വിരാമമായിരിക്കുകയാണ്. കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷനുകൾ, ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷനുകൾ കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത ഇന്ന് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഏകദേശം 4.5 ലക്ഷത്തോളം ആളുകളുടെ പെൻഷനാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത്. അവർക്ക് ഈ ഒരു മാസവും പെൻഷൻ ലഭിക്കുകയില്ല. അതേക്കുറിച്ചിട്ടൊക്കെയാണ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ 2021 ഒക്ടോബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം നാളെ 30-ം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കും. ധനമന്ത്രി കെ. ബാലഗോപാലാണ് ഈ കാര്യം അറിയിച്ചത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്ന 55,86,000 ആളുകൾക്ക് വേണ്ടി 56.13 കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 49.31 ലക്ഷം പേർക്ക് 753.16 കോടി രൂപയും, വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന 6,55,000 പേർക്ക് 55,86,000 രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ആകെ സംസ്ഥാനത്ത് 856.13 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വിതരണം നാളെ ഒക്ടോബർ 30-ം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. 2 രീതിയിലാണ് പെൻഷൻ നമുക്ക് ലഭിക്കുന്നത്. അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്ന ആളുകൾക്ക് അത് നാളെ മുതൽ തന്നെ ക്രെഡിറ്റ് ആയി തുടങ്ങും. കൈകളിലേക്ക് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 2-3 ദിവസത്തെ താമസമുണ്ടാകും. എന്തായാലും നവംബർ 5-ന് മുമ്പ് തന്നെ ഈ ഒരു പെൻഷൻ ലഭിക്കുന്നതുമാണ്. ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്ന 58 ലക്ഷത്തോളം ആളുകളുണ്ട്. ഇതിൽ 55.86 ലക്ഷം പേർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു പെൻഷൻ വിതരണം ഉള്ളത്. ബാക്കിയുള്ള ആളുകളുടെ പെൻഷനൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് മൂലവും അതുപോലെ തന്നെ മസ്റ്ററിംഗ് നടത്താത്തത് മൂലവും അവരുടെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവർക്ക് ആ പെൻഷൻ ഇനി എന്ന് ലഭിക്കും എന്നുള്ള കുടിശ്ശികയായിട്ടുള്ള പെൻഷനൊക്കെ ഇനി കിട്ടുമോ എന്നുള്ള കാര്യത്തിലും കൂടി ഒരു ഉറപ്പില്ല. എന്തായാലും മസ്റ്ററിങ്ങിന് ഒരു അവസരം നൽകുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം അവർക്ക് പെൻഷൻ ലഭിക്കും എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു ദുരന്ത കാലത്തിൽ അവർക്ക് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്. പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കും. എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ നാളെ മുതൽ ലഭിച്ചു തുടങ്ങും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുന്നു കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.